മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചീനി കപ്പ നമുക്കെല്ലാവർക്കും വളരെയധികം പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ കപ്പ. ഈ കപ്പയുടെ സ്വാദ്, പ്രത്യേകിച്ചും മീനും അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കൂട്ടി കപ്പ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്വാദ്, അത് നമുക്ക് വളരെയധികം ആസ്വാദ്യകരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കപ്പ കൃഷി ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണേൽ പറയാം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണമായിരുന്ന കപ്പ പലവിധ കാരണങ്ങൾ കൊണ്ട് ഇന്ന് അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ ഈ പ്രമേഹം അഥവാ ഷുഗർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കപ്പയാണെന്നൊരു വ്യാപക പ്രതിഷേധമുണ്ട്. എന്നാൽ അതൊന്നും അത്ര യാഥാർത്ഥ്യങ്ങളൊന്നുമല്ല. പിന്നെ മറ്റൊന്ന്, ഈ ക്ഷുദ്രജീവികളുടെ കാട്ടുപന്നികൾ, അങ്ങനെയൊക്കെയുള്ള ക്ഷുദ്രജീവികളുടെ ശല്യങ്ങൾ, കാട്ടുപന്നികൾ മാത്രമല്ല മുള്ളംപന്നിയൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ശല്യം കൊണ്ട്, ഉപദ്രവങ്ങൾ കൊണ്ടൊക്കെ കർഷകർ ഇന്ന് കപ്പ കൃഷി ചെയ്യുന്നില്ല. എന്നാൽ കപ്പയ്ക്കിപ്പം നല്ല വിലയാണ്. കപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, എൻ്റെ അനുഭവത്തിൽ അധ്വാനിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക്, വളരെയധികം കഷ്ടപ്പെടുന്നവർക്ക് ഊർജ്ജം നൽകാൻ കഴിയുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ കപ്പ എന്ന് പറയുന്നത്. കപ്പ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, കപ്പ എപ്പോൾ കഴിച്ചാലും മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ അതിനോടൊപ്പം കറിയായിട്ടുണ്ടായിരിക്കണം. പിന്നെ മറ്റൊന്ന്, കപ്പയോടൊപ്പം നമ്മൾ ചോറ് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കപ്പയ്ക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം തരാനുള്ള ഒരു കഴിവ് കപ്പയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചോറ് കപ്പയിൽ ഒഴിവാക്കണം. പണ്ട് കാലങ്ങളിൽ അതായത് കപ്പ വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യ വസ്തുവായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അല്പം മാത്രം ചോറും ബാക്കി കൂടുതൽ കപ്പയായിരുന്നു ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് യാതൊരു അസുഖമില്ലായിരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ രണ്ടും തുല്യ അളവിലോ അല്ലെങ്കിൽ കപ്പ കുറച്ചും ചോറ് കൂടുതലുമായി കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രമേഹം അഥവാ ഷുഗർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നതാണ് എൻ്റെ അനുഭവം. കാരണം ഞാൻ നിരന്തരമായിട്ട് കപ്പ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഷുഗറോ കപ്പ കഴിച്ചുകൊണ്ടുള്ള യാതൊരു അസുഖങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പം 3 രീതിയിൽ കപ്പ നട്ട് നല്ല രീതിയിൽ വിളവെടുക്കുന്ന ആ ഒരു രീതി ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരിക്കലൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അത് കുറച്ചുകൂടി വിശദമാക്കിക്കൊണ്ട് ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ആൾക്കാർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ വളരെയധികം ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 രീതിയിൽ ഞാൻ കപ്പ ഇടുന്നുണ്ട്, കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. ആ 3 രീതിയും കൂടെ ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ കപ്പ ഇതേപോലെ മണ്ണ് കൂട്ടിയാണ് ഇത്. മണ്ണ് കൂട്ടുമ്പോഴേ ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് വെച്ചാൽ എല്ലുപൊടിയാണിത്, എല്ലുപൊടി. അപ്പം ഒരു മൂട് കപ്പയ്ക്ക് ഏതാണ്ട് ഒരു 200 ഗ്രാം എല്ലുപൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 200 ഗ്രാം. അപ്പം നമുക്ക് തൂക്കാനും ഒന്നുമുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഈ കൈക്ക് ഒരു 2 കൈ എല്ലുപൊടി അങ്ങ് ഇട്ടാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ വിളകൾക്കും ഇടുന്ന ഒരു സംഗതിയാണ് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കപ്പയുടെ കമ്പിൽ ഉറുമ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കയറി നമ്മൾ നടുന്ന ഭാഗങ്ങൾ കേടുപാടുകൾ വരാതിരിക്കാനും, അതുപോലെ തന്നെ ആ ചുറ്റുപാടുമുള്ള ആവശ്യമില്ലാത്ത ചില കീടങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കും. പിന്നെ മറ്റൊരു സംശയമുള്ള ചിലർ ചോദിച്ചായിരുന്നു, വേപ്പിൻ പിണ്ണാക്ക് കപ്പയ്ക്കിട്ടുള്ള കപ്പയ്ക്ക് കയ്പുണ്ടാവില്ലെന്ന്. ഒരിക്കലും കപ്പയ്ക്ക് കയ്പുണ്ടാകത്തില്ല. വേപ്പിന് കയ്പുണ്ട്. പക്ഷേ ആ വേപ്പിൻ്റെ കയ്പെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ വേപ്പ് വലിച്ചെടുക്കുന്ന ഒരു സസ്യത്തിനും ഉണ്ടാകത്തില്ല. കാരണം ഇതിൻ്റെ കയ്പ് ഒരിക്കലും അത് കീടനാശിനിയായിട്ട് അങ്ങ് മാറത്തേ ഉള്ളൂ, ഒരിക്കലും അത് വലിച്ചെടുക്കത്തില്ല. കാരണം ഇതൊരു വളമാണ്. വളവും ഒപ്പം കീടനാശിനി വളമായിട്ട് വലിച്ചെടുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏതൊരു കൃഷിക്കും വിശ്വസിച്ച് കീടനാശിനിയായിട്ടും വളമായിട്ട് നമുക്ക് വേപ്പിണ്ണാക്ക് ചേർക്കാം. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, കിഴങ്ങ് വർഗ്ഗ വിളകൾക്കെല്ലാം നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ചാരം അഥവാ വെണ്ണീർ. നമുക്ക് ഒരു 1/2 കിലോ ചാരം ഒരു ചീനിക്ക് നമുക്ക് ഉപയോഗിക്കാം. അത് ഈ 3 വളം കൂടെ മണ്ണിലിട്ട് നല്ല ഭംഗിയായിട്ട് മണ്ണ് വെട്ടിക്കൂട്ടണം. അതായത് യോജിപ്പിച്ച് മണ്ണ് ആണ് ഞാൻ ചെയ്യുന്നത്. പിന്നീട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ഈ കപ്പയുടെ കമ്പാണ്. ഈ കപ്പയുടെ കമ്പ് ഞാൻ ഇത് മുറിച്ചെടുക്കുന്നത് ഓക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ്. അപ്പം ഓക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഞാൻ മുറിച്ചെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, മുറിച്ചെടുക്കുന്ന ഈ ഭാഗം വളരെ നല്ല റൗണ്ടായിട്ട് കിട്ടും എന്നുള്ളതാണ്. നോക്കിയാട്ടോ, റൗണ്ടായിട്ട് കിട്ടും. എന്നാൽ നമ്മൾ കത്താളെന്ന് വെച്ചാൽ കൊടുവാൾ, അത് വെട്ടുകത്തി, ഈ ഉപകരണങ്ങൾ കൊണ്ടൊക്കെ പഴയ കാലങ്ങളിൽ നമ്മൾ മുറിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടത്തില്ല. അപ്പം ഈ ചീനിയിൽ കപ്പയിൽ കൂടുതൽ കിഴങ്ങുണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഈ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ
ഇതിന് ആ തൊലിയുടെ ഭാഗത്തുനിന്ന് ഒരു കറ വരും, വെളുത്ത ഒരു കറ, പാല് പോലുള്ള ഒരു കറ. ഈ കറ ഇറങ്ങി വരുന്ന ഭാഗത്തു നിന്നാണ് ഇതിന് വേര്, കപ്പ പിടിക്കാനുള്ള കപ്പക്കിഴങ്ങാകുന്ന വേര് ഉത്ഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ വളരെ സുരക്ഷിതമായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു സംശയം ഒരാൾ ചോദിച്ചത്, ഇങ്ങനെ നമ്മൾ ഓക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ, മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട് നടുന്ന ഭാഗം ആ മണ്ട എങ്ങനെ തിരിച്ചറിയാം? കത്താൾ കൊണ്ടാവുന്നുണ്ടെങ്കിൽ തറയിൽ കുത്തുന്നുണ്ടെങ്കിൽ മണ്ണിരിക്കും അടിഭാഗത്ത്, അതായത് നടേണ്ട ഭാഗത്ത് മണ്ണിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ കർഷകരില്ലയോ, കർഷകൻ എന്നാൽ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കപ്പത്തണ്ട് ഉൾപ്പെടെയുള്ള ഏതൊരു കാണ്ടത്തിനും ഏതൊരു നടിയിൽ വസ്തുവായ തണ്ടിനും മുകളങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ മുകളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്, ഈ മുകളങ്ങൾ നമ്മൾ കപ്പത്തണ്ട് എടുക്കുന്ന മുകളങ്ങൾ മേപ്പോട്ടിരിക്കണം. മേപ്പോട്ടിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ നടാൻ. അല്ലാതെ ഇങ്ങനെ പിടിക്കുന്ന മുകളങ്ങൾ താപ്പോട്ടായി പോകും. അപ്പം നമുക്ക് മണ്ട മനസ്സിലാവാൻ സാധിക്കുന്നു വെച്ചാൽ, മുളങ്ങൾ മേപ്പോട്ടിരിക്കുവാണെങ്കിൽ ഇത് മണ്ടയാണ്, താപ്പോട്ടിരിക്കുവാണെങ്കിൽ മണ്ടയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ കമ്പ് നടാൻ. അല്ലാതെ നമുക്ക് മണ്ണ് മുക്കണമെന്നില്ല. അത്രമാത്രം ക്ഷമയോടെ നമ്മൾ നിരീക്ഷിക്കണം. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലൊന്നും ഇന്ന് ആരും തന്നെ കപ്പ കൃഷി ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രമുള്ള ഒരു വീട്ടിലേക്ക് ഒരു 10 മൂടി കൂടുതലൊന്നും ആരും ഇപ്പോൾ ഇടത്തില്ല. അതും സ്വന്തമായിട്ടാണ് ഇടുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്ന തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് കൃഷി ചെയ്യുന്ന രീതികളെ പറ്റിയാണ്. ഈ സംഗതി അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഒരു 3 മൂടിട്ടാൽ, വീണ്ടും ഒരു 3 മൂടിട്ടാൽ, വീണ്ടും ഒരു 3 മൂട്ടാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കപ്പ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഞാൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കിയിട്ടത് 6 കണ്ണ്, ഇതേപോലെയുള്ള 6 കണ്ണ് വരത്തക്ക രീതിയിലാണ് ഇത് ഞാൻ ഓക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ഈ 3 കണ്ണ് കണ്ട് 1, 2, 3 ഈ 3 കണ്ണ് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിലാണ് ഞാൻ ഈ നടാൻ പോകുന്നത്. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, നമ്മൾ നടുന്നുള്ള ചിലർ ഈ കമ്പ് ഇങ്ങനെ അങ്ങ് കുത്തി ഇറക്കും. ഒരു കാരണവശാലും കമ്പ് ഇങ്ങനെ കുത്തി ഇറക്കരുത്. അങ്ങനെ കുത്തി ഇറക്കി കഴിഞ്ഞാലത്തെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ, നമ്മൾ ഈ വളരെ കഷ്ടപ്പെട്ട് മുറിച്ചെടുത്ത ഈ മൃദുലമായ ഭാഗത്ത് കേടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നുടനെ നമുക്ക് ഒരു കാരണവശാലും ഇത് നല്ല രീതിയിൽ നമുക്ക് വിളഞ്ഞ് കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ കൂട്ടിയിട്ടിരിക്കുന്ന നമ്മൾ തയ്യാറാക്കിയ മണ്ണിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മണ്ണ് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് 3 കണ്ണ് ഇറക്കത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ മണ്ണിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് നമ്മൾ ഉറപ്പിച്ച് കൊടുക്കണം. ഉറപ്പിക്കണം, ചുവട് നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ച് ഇപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് വെച്ചാൽ, മഴയെ മാത്രം ആശ്രയിച്ചല്ല ഇപ്പം നമ്മൾ കൃഷികളൊന്നും ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മൾ കുറേശ്ശെ കൃഷികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലും അതുപോലെ തന്നെ മട്ടുപ്പാവിലും അതേപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോഴും മഴയെ ആശ്രയിച്ചല്ല, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൂടുന്നുണ്ടെങ്കിൽ, 3-2 ദിവസം കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തെളിച്ചു കൊടുക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ട, നട്ട് വേറെ ഉറപ്പിച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് മണ്ണ് താണ്ടി ഇതിൻ്റെ മണ്ടയ്ക്ക് താണ്ടി ഇങ്ങനെ വെക്കണം. കാരണം എന്തിനാണ് ഈ മണ്ണ് ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നത് വെച്ചാൽ, ഈ ചീനിക്കമ്പ് മുറിക്കുന്ന, കപ്പയുടെ കമ്പ് തണ്ട് മുറിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കോശം അതിൻ്റെ നടുക്കൂടെ പോകുന്നുണ്ട്. ആ കോശം ഇരിക്കണം. ആ കോശമാണ് കുറച്ച് നാളത്തേക്ക് ഇതിനെ സംരക്ഷിച്ച് നിർത്തുന്നത്. അതിന് കേട് വരാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കമ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ ആഞ്ഞിലിയോ പ്ലാവോ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരിലയെടുത്ത് ഈ കുമ്പിൾ കുത്തണം. ഈ കപ്പലിൻ്റെ വിൽക്കുന്നതൊക്കെ ആൾക്കാർ കുമ്പിൾ കുത്തേണ്ട കൂട്ട് കുമ്പിൾ കുത്തി താണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. അത് മഴയായാലും ഉണക്കായാലും അങ്ങനെ വെച്ച് കൊടുക്കണം. കാരണം വെള്ളം നേരിട്ട് വീണ് നമ്മുടെ ഈ കപ്പയുടെ ഈ തണ്ടിന് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അത്തരത്തിലൊന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു കുറച്ച് നാൾ കഴിയുന്നുണ്ടെങ്കിൽ ഇത് കിളിച്ച് വരും. കിളിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വളം ഇടണം. ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് കരിയില ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വളം, അങ്ങനെ മിനിമം ഒരു 3 വളമെങ്കിലും 3-4 വളം ചെയ്യണം. 4 വളം ചെയ്താൽ ഒരു ചാക്ക് നിറച്ച് ഉള്ള ചീനി, 10-20 കിലോ ചീനി ഉറപ്പായിട്ട് ഇതിനകത്തുനിന്ന് കിട്ടും. പരീക്ഷിച്ച് നോക്കാം, വിശ്വസിക്കാം. കാരണം ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ട് നമ്മൾ ചെയ്യണം. പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ട വളം എല്ലുപൊടിയാണ്, അതുപോലെ തന്നെ ചാരമാണ്. ഇത് രണ്ടുമാണ് ഉപയോഗിക്കേണ്ടത്. പിന്നീട് ഇത് കുറച്ചുകൂടി വളർന്നു കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചീമക്കൊന്നയുടെ ഇലയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഈ കടലപ്പിണ്ണാക്കും എല്ലാം കൂടെ ലയിപ്പിക്കണം. ഒരു
വലിയ പാത്രത്തിലിട്ട് ലയിപ്പിക്കണം. ലയിപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റെ ലായനി കോരിയെടുത്ത് 1 കപ്പ് ലായനിക്കകത്ത് 10 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് ചുവട്ടിൽ തളിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് ഇത് വളരും. അപ്പോൾ ഇത് 6 മാസ ചീനിയാണ്. ഈ 6 മാസ ചീനി എല്ലാവരും ഉദ്ദേശിക്കും 6 മാസമാകുമ്പോൾ ഇതിനങ്ങ് വിളവ് പൂർത്തിയാവുന്നു. പക്ഷേ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കൊടുക്കുന്ന വളത്തിൻ്റെയും അതുപോലെ തന്നെ ജലസേചനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 6 മാസം കൊണ്ട് തന്നെ ഇത് വിളവ് പൂർത്തിയാവുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ അതിൽ കൂടുതൽ നാളുകൾ വേണ്ടി വരും. പിന്നെ മറ്റൊന്ന് ഏറ്റവും നമുക്ക് ദോഷമെന്ന് വെച്ചാൽ ഇപ്പം പലരും അവരുടെ പുരയിടങ്ങളിലൊന്നും ഒരു കൃഷിയും ചെയ്യുന്നില്ല. കാരണം വീട്ടിലാളില്ല, പിന്നെ കൃഷി നഷ്ടമാണ് എന്നൊക്കെയുള്ള. അതുകൊണ്ട് തന്നെ ആ പുരയിടങ്ങൾ മൊത്തം കാട് കയറി കിടക്കുക. അതുകൊണ്ട് തന്നെ ഈ പന്നി ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികൾ അവിടെ വന്ന് താവളമടിച്ച് പെറ്റി വിരുകി വലിയ നാശങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ഈ വീഡിയോയുടെ ആരംഭ സമയത്തിട്ട ചീനികളൊക്കെ പന്നി തിന്നു. അത് വലിയ നഷ്ടമായിപ്പോയി. കാരണം ഒരു മൂട് പന്നി മറിച്ചിട്ടപ്പോൾ എനിക്ക് പന്നി തിന്നിട്ട് പോയ അതിൻ്റെ ബാലൻസ് തന്നെ ഒരു ചീനിക്കിഴങ്ങ് തൂക്കി നോക്കിയപ്പോൾ 2 കിലോയോളം തൂക്കം ഉണ്ടായിരുന്നു. അത് പിന്നെ 1 വർഷ ചീനിയായിരുന്നു. 5.5 മാസമായപ്പോൾ ഈ പന്നി മറിച്ചിട്ടു. അപ്പോൾ ഇത് 6 മാസത്തിൻ്റെ ചീനിയാണ്. അപ്പോൾ ചീനികളിൽ ഇപ്പം നിലവിൽ ഏറ്റവും നല്ല രീതിയിൽ ബലവും ഉറപ്പും ഇഷ്ടം പോലെ പിന്നെ ആദായം കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ സുമോ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ചീനിയാണ്. അതിന് 1 വർഷം വേണം വിളവിന്. നല്ല ബലമാണ്. പക്ഷേ പന്നിയോ വല്ലതും ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് പോക്കടിക്കും. അതാണ്. അപ്പം ഒരു രീതിയിൽ നമ്മൾ ചീനി ഇട്ടു. ഇനി മറ്റൊരു രീതിയും കൂടാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതേപോലെ നമ്മളൊരു കമ്പെടുത്തു. കമ്പെടുത്തതിന് ശേഷം 1, 2 ഈ 3 മുട്ടിന് മുകളിൽ വെച്ച് ദാണ്ട് ഇതേപോലെ നമ്മളൊരു വൃത്തത്തിൽ കറ പുറത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങോട്ട് വര വരയ്ക്കണം. ആ കറ പുറത്ത് വന്നു അറിയിക്കട്ടെ, കറ പുറത്ത് വന്നു. അതിനുശേഷം ഒരു മോതിരവളയം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ചുറ്റുമുള്ള തൊലി നമ്മൾ എടുത്തങ്ങ് കളയുകയാണ്. ആണ് ചുറ്റുമുള്ള തൊലി നമ്മൾ എടുത്ത് കളഞ്ഞു. അപ്പം ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് വേരുകൾ ഇറങ്ങും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ മോതിരവളയെ എടുത്ത് കളഞ്ഞില്ലയോ, അവിടെ നിന്നും വേരുകളങ്ങും. അങ്ങനെ 2 അട്ടിയായിട്ട് 2 തട്ടുകളായിട്ട് നമുക്കിതിന് കിഴങ്ങുണ്ടാവും. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂനയും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് പഴയതുപോലെ തന്നെയാണ്. ഇത് ദാണ്ട് 3 കണ്ണ് താഴെയുണ്ട്, 3 കണ്ണ് മേളിലും വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ ചീനി നടാൻ. അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നട്ട ചീനിക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി വളം നമ്മൾ ഇതിനിട്ട് കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്നെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയും ഒരാൾക്ക് ഒറ്റയ്ക്ക് കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ ലാഭകരമായ കൃഷി രീതികൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇനി നമുക്ക് ഒരു മൂടി ചീനിയും കൂടെ നമുക്കിടുന്ന വിധമുണ്ട്, അതുകൂടെ നമുക്ക് കാണിക്കണം. ഇത് വളരെ വ്യത്യസ്തമായ രീതിയാണ്. അതുകൊണ്ട് ഇത് ഇത്രയും നീളത്തിലാണ് ഈ കമ്പ് ഞാൻ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മണ്ണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ നീളത്തിലൊരു പണ പോലെയാണ് ഇതിൻ്റെ മണ്ണ് തയ്യാറാക്കുന്നത്. മണ്ണ് വളരെ ശ്രദ്ധയോടെ നമ്മൾ തയ്യാറാക്കണം. മണ്ണിടുമ്പോഴെപ്പോഴും മേൽമണ്ണ് വേണം, അടിയിലെ മണ്ണ് ഒരു കൃഷി ഉപയോഗിക്കരുത്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ചെത്തിക്കളയാണ്, ഇവിടെ മുതൽ ചെത്തിക്കളയാണ്. ഓക്കെ, തൊലി, ഈ കണ്ണിൻ്റെ തൊലി അങ്ങ് ചെത്തിക്കളയാണ്. ഇത് 6 മാസ ചീനിയാണ്. ഉണ്ടോ? അപ്പോൾ ഇവിടെ കറയുണ്ട്, ശ്രദ്ധിച്ചാട്ട്, ഇവിടെ കറയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ ചെത്തിയ ഭാഗം മണ്ണിലോട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തുനിന്നും കിഴങ്ങുണ്ടാവുന്നുണ്ട്. അതേപോലെ നമ്മൾ ആ ചെത്തിയ ഭാഗത്തുനിന്നും കിഴങ്ങുണ്ടാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ ലാഭത്തിൽ കൃഷി ചെയ്യുവാൻ കപ്പ കൃഷി ചെയ്യാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും പിന്തുണയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.